ആനന്ദവല്ലി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കപ്പയും മത്തിയും ഒരു പുഴുക്കാണ്. മത്സ്യം നന്നാക്കി വെക്കട്ടെ. കപ്പയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് മത്തി മീനിലിടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി മീനിലിടുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി മീനിലിട്ടു. കപ്പയിൽ ഒന്നിച്ച് ചോദിച്ച് വേവിക്കേ. ഉപ്പ്, കാന്താരി മുളക് ഇടുന്നുണ്ടേ. ഉപ്പ് മീനിൽ ഉപ്പി ചേർക്കുന്നുണ്ടേ. കപ്പയിൽ കുറച്ച് ഉപ്പി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി വേണ്ടിക്ക് ചേർക്കാം. അതിന് ആർക്കും ഇവിടെ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് കുറച്ചിതാ മതി. മീനിൽ മല്ലിപ്പൊടി ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല ആർക്കും, അതുകൊണ്ട് പിന്നെ കുറച്ചങ്ങ് ചേർത്തു. കുക്കർ അടക്കുന്നു, അടച്ചു കുക്കർ. ഞാൻ പുറത്ത് എല്ലാം ഗ്യാസ് കുറ്റിയെല്ലാം വെച്ചിട്ട് പുറത്തുനിന്ന് ഉണ്ടാക്കും. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് അത്ര സൗകര്യമായില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അടുക്കളയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നോട് തോന്നാൻ പാടില്ല. പുളി ഒഴിക്കുന്നുണ്ടേ. എല്ലാവരും പുറത്തുനിന്നുള്ള സ്ഥല സൗകര്യത്തോടെ ചെയ്യുന്നതിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതുപോലെ ഞാൻ മുറ്റത്തു നിന്നൊക്കെ ചെയ്യും. നല്ല പുറത്ത് ഒരു എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗ്യാസ് സ്റ്റൗ വെച്ച് ഗ്യാസ് കുറ്റിയെല്ലാം വെച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് ചെയ്തോളും. തൽക്കാലം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. കപ്പ വേവിച്ച് വെച്ചു, മീൻ വേവിച്ച് വെച്ചു. ഇനി ഇത് ഇട്ടിട്ട് എല്ലാം ഇളക്കി ചേർത്തതിൻ്റെ ശേഷം കടുവും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഇതിനെ വറുത്തിട്ട് ഇതിലിടും. അതെല്ലാം ഇളക്കി ചേർത്ത് റെഡിയാക്കി ഇത് ഇളക്കി ചേർക്കുന്നുണ്ട് കപ്പ. ഇനി മീനും ഇതെല്ലാം കൂടി അടിച്ച് മിക്സാക്കിയതിന് ശേഷം കടുവും മുളകും വറുത്ത് ചെയ്തിടും. കറിവേപ്പിലയും വെളിച്ചെണ്ണ ഇട്ടുന്നുണ്ട്. കടുവ വറുക്കായി പൊരിച്ചിന് കിട്ടും. കടുക് ഇടുന്നുണ്ടേ. ഒരു കറിവേപ്പില ഉണക്കമുളക് ഉണക്കമുളക് ഇല്ലാന്ന് തോന്നുന്നു. എടുത്തു ഇല്ല കറിവേപ്പില.
മക്കളെ കപ്പയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കപ്പയും മത്തിയും. അപ്പോൾ അതിപ്പോൾ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് എൻ്റെ വായിൽ ടേസ്റ്റ് നോക്കട്ടെ. നല്ല രുചിയാണ് മോനെ മക്കളെ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. മോനെ എന്നെല്ലാം പറഞ്ഞു പോകും, സാരമില്ല, വീട്ടിൽ നിന്ന് പറയാൻ പോലെ പറഞ്ഞ എല്ലാവരും നല്ല വൃത്തിയിൽ ഉണ്ടായി കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എൻ്റെ വലിയച്ചിക്ക് കമൻറ്റിലേ കൂടി അറിയിക്കണം കേട്ടോ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയൊന്നും ശരിയായിട്ടില്ല, ശരിയായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു മക്കളെ.